ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളതാണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല പാരന്റ്സിനും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ബി ടിയിൽ ചെയ്യുന്നത് തന്നെയല്ലേ ഊട്ടിയിലും ചെയ്യുന്നത്, എന്താണ് ബി ടിയിൽ ശരിക്കും ചെയ്യുന്നത് എന്നുള്ളത്. ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ പല സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്കിൽ ബിഹേവിയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവരുടെ ഫീലിംഗ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രഗിളിനെയാണ് പലപ്പോഴും പ്രോബ്ലം ബിഹേവിയേഴ്സ് ആയിട്ട്, അതായത് ആൻസൈറ്റി ആയിരിക്കാം, ടെമ്പർ ടാൻട്രംസ് ആയിരിക്കാം. അപ്പൊ ചില കുട്ടികൾ നിലത്ത് ഉരുണ്ട് കരയുക, അല്ലെങ്കിൽ ഭയങ്കര വാശി പിടിക്കുക, ദേഷ്യം, അങ്ങനത്തെ ബിഹേവിയേഴ്സ് ആയിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. ബിഹേവിയർ തെറാപ്പി കുട്ടികളിൽ സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് അവരുടെ സ്ട്രെസ്, ചാലഞ്ചസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇമോഷൻസിനോടൊക്കെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള വേയിൽ അഡാപ്റ്റ് ചെയ്യാനുമുള്ള മെത്തേഡ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കരയുക, വാശി പിടിക്കുക തുടങ്ങിയ ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഒരു കുട്ടിക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിനുള്ള പോസിറ്റീവ് വേസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് കൈ പൊക്കുക അല്ലെങ്കിൽ ടീച്ചറെ വിളിക്കുക പോലത്തെ പോസിറ്റീവ് വേസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് നമ്മൾ BT യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് കുറെ ചാലഞ്ചിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ആംഗർ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ BT യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ADHD ഉള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് അറ്റൻഷൻ കുറവ്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ അവരുടെ ആ ഇമ്പൾസിവിറ്റി കുറയ്ക്കാനും അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് BT യൂസ് ചെയ്യാം. ഒപ്പോസിഷണൽ ഡീഫിയന്റ് ഡിസോർഡർ അല്ലെങ്കിൽ ODD ഉള്ള കുട്ടികൾക്ക് അതോറിറ്റി ഫിഗേഴ്സിനോട് ഭയങ്കര ഇപ്പൊ നോ പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി കാണാറുണ്ട്. ടീച്ചേഴ്സിനോടായിക്കോട്ടെ, പാരന്റ്സിനോടായിക്കോട്ടെ, തെറപ്പിസ്റ്റിനോടായിക്കോട്ടെ, ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ODD ഉള്ള കുട്ടികൾക്കും BT യൂസ് ചെയ്യാറ്. അടുത്തത് ആൻസൈറ്റി അല്ലെങ്കിൽ ഫോബിയ പോലത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്പോഷർ തെറാപ്പി, റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ആൻസൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി BT യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും BT യൂസ് ചെയ്യാറുണ്ട്. ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, ഇപ്പൊ അഗ്രഷൻ അല്ലെങ്കിൽ ടാൻട്രംസ് പോലത്തെ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ BT യൂസ് ചെയ്യാറുണ്ട്.